പത്തനംതിട്ട പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് ആദ്യം. പുല്ലാട് സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. ശ്യാമയുടെ ഭർത്താവ് അജിക്കായി തെരച്ചിൽ തുടരുകയാണ്. ശ്യാമയുടെ പിതാവ് ശശിയെയും ശശിയുടെ സഹോദരി രാധാമണിയെയും അജി കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നന്ദുഷ നൽകും. നന്ദുഷ, എപ്പോഴാണ് ഈ കൊലപാതകമുണ്ടായത്? കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണോ ഇങ്ങനെ സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? ദിവ്യ, ഇന്നലെ രാത്രിയിലാണ് കുടുംബകലഹത്തെ തുടർന്ന് അജി ഈ പറയുന്ന ശ്യാമയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയ സമയം ശ്യാമയുടെ പിതാവിന്റെ സഹോദരിയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ശ്യാമയുടെ പിതാവ് ശശിയും ശശിയുടെ സഹോദരി രാധാമണിയും. വന്ന ഉടൻ തന്നെ യുവാവ് ശ്യാമയുമായി വഴക്ക് രൂക്ഷമായതിനെ തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആദ്യം ശ്യാമയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വയറ്റിലാണ് കുത്തേറ്റത്. കുടൽമാല അടക്കം പുറത്തു വരുന്ന ഒരു ക്രൂര കൊലപാതകമായിരുന്നു ഇത്. പിന്നീട് ശശി എന്ന ശ്യാമയുടെ പിതാവിനെയും ശശിയുടെ സഹോദരിയെയും കുത്തി പരിക്കേൽപ്പിച്ചു. ശശിക്ക് വാരിയലിനാണ് കുത്തേറ്റുള്ളത്. രാധാമണിക്കും കാര്യമായ പരിക്ക് അജിയുടെ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൂവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ശ്യാമയെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തന്നെ. ഒരുപാട് രക്തം വാർന്ന നിലയിലായിരുന്നു ശ്യാമയെ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രി തന്നെ ശ്യാമ മരിച്ചു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി അജിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും അജിയെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും സമീപത്ത് തന്നെ ഒരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ റബ്ബർ തോട്ടത്തിൽ അജി ഉണ്ടാകും എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ പോലീസ് റബ്ബർ തോട്ടത്തിൽ തിരച്ചിൽ നടത്തി. ഏതായാലും അജിക്കായി കൂടുതൽ പോലീസിനെ ഉപയോഗിച്ച് തിരുവല്ലയിലും പുല്ലാട് മേഖലകളിലും തിരച്ചിൽ നടത്താനാണ് പോലീസിന്റെ നീക്കം. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടന്നു വരുന്നത്. ശ്യാമയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുല്ലാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് ദിവ്യ അറിയിച്ചിട്ടുള്ളത്. യെസ് നന്ദു, ഇവർ ഈ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് തന്നെ മാറി താമസിക്കുകയായിരുന്നു. ഏറെ നാളായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദിവ്യ മാറി താമസിക്കുകയും പിന്നീട് അത് രമ്യമായി പരിഹരിച്ച് അജിയോടൊപ്പം ശ്യാമയെ പറഞ്ഞു വിടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സമീപ ദിവസങ്ങളിലായി ശ്യാമയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് അജി പലതവണ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇന്നലെ രാത്രി ശ്യാമ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. വളരെ രോക്ഷത്തോടെയാണ് അജി ഇന്നലെ ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയത് തന്നെ. വന്ന ഉടൻ തന്നെ വളരെ വലിയ ശബ്ദത്തോടെ വാക്കേറ്റവും വഴക്കുമൊക്കെ ഉണ്ടായി. ഈ വഴക്കിന് ഒടുവിലാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ വീട്ടിലുണ്ടായിരുന്ന 3 പേരെയും കുത്തിയത്. ശ്യാമയാണ് ആദ്യം ആക്രമിച്ചത്. ശ്യാമയെ ആക്രമിക്കുന്നത് കണ്ട് ആക്രമണം തടയാനെത്തിയതാണ് മറ്റു 2 പേരും, അതായത് ശ്യാമയുടെ പിതാവും പിതാവിന്റെ സഹോദരിയും. അപ്പോൾ അവരെയും ആക്രമിക്കുകയായിരുന്നു. ശ്യാമയ്ക്കാണ് ഏറ്റവും ആഴത്തിൽ മുറിവേറ്റത്. വയറ്റിലാണ് ശ്യാമയെ കുത്തി പരിക്കേൽപ്പിച്ചത്. വയറ്റിൽ ആഴത്തിൽ കുത്തിയതിനാൽ കുടൽമാല അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തടസ്സം പിടിക്കാനെത്തിയ ശശിയുടെ സഹോദരി രാധാമണിയെയും കുത്തി പരിക്കേൽപ്പിച്ചു. ഈ സംഭവം കൃത്യം നടത്തിയ ശേഷം പ്രതി അപ്പോൾ തന്നെ ആ സ്ഥലത്ത് നിന്നും പോവുകയും ചെയ്തു. ഒരുപാട് ദൂരേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അപ്പോൾ ഇയാൾക്കെതിരെ അജിക്കെതിരെ ശ്യാമ നേരത്തെ തന്നെ പോലീസിൽ പരാതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നോ? അത്തരം കാര്യങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല ദിവ്യ. ഏതായാലും ശ്യാമയും അജിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വീട്ടുകാർ തന്നെ ഇടപെട്ട് പലതവണ പരിഹരിച്ചതുമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻപ് പരാതി നൽകിയായിട്ടുള്ള സൂചന നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. ഏതായാലും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു. അത് വീട്ടുകാർ തന്നെ ഇടപെട്ട് പരിഹരിക്കുന്നതുമൊക്കെ ആയിരുന്നു. ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ വീട്ടുകാർ തന്നെയായിരുന്നു പരിഹരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ 2 ആഴ്ചയായി തന്നെ ശ്യാമയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വഴക്കിനെ തുടർന്നാണ് ശ്യാമ പിന്നെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നതും. ഏതായാലും ഇന്നലെ രാത്രിയിലാണ് ഈ ക്രൂരകൃത്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസും നാട്ടുകാരും രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും അജിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കൂടുതൽ പോലീസ് സംഘത്തെ വിന്യസിച്ച് അജിയെ ഉടൻ തന്നെ പിടികൂടാനാകും എന്നാണ് തിരുവല്ല ഡിവൈഎസ്പി അറിയിച്ചിട്ടുള്ളത്. ദിവ്യ. ശരി.